friends, welcome back to easyhandworks. ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഡിസൈനിൻ്റെ ഫ്ലവർ പോർഷൻ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യാൻ പോകുന്നത്. ഡിസൈനിലുള്ള ലീഫ് പോർഷനും സ്റ്റെം പോർഷനും എങ്ങനെയാണ് സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ലീഫ് ചെയ്യുമ്പോഴും നമ്മൾ ഇതിനെ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നടുക്കിക്കൂടെ ഒരു സെൻട്രൽ ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഇത്, ഒരു ഭാഗം ഇത്. ഏതെങ്കിലും ഒരു ഭാഗം ആദ്യം ചെയ്തെടുക്കാം, പിന്നെ അടുത്ത ഭാഗം ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടാണ്, കുറച്ച് ചെരിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ലീഫിന് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ എൻഡ് പോയിന്റിൽ നിന്ന് സൂചി താഴത്തുനിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. കുറച്ച് ലെങ്തി സ്റ്റിച്ചിലാണ് ചെയ്യാൻ പോണേ. ഏകദേശം ഇത്ര ലെങ്ത്തിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം, സെൻട്രൽ ലൈനുമായിട്ട്. ഇനി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഗ്യാപ്പ് വിടാതെ ഓരോ സ്റ്റിച്ചായിട്ട് നമുക്ക് ചെയ്ത് പോവാം. ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് സൂചി താഴ്ത്തി കൊണ്ടുപോകാം. വീണ്ടും ഗ്യാപ്പൊന്നും വിടാതെ തൊട്ടടുത്തായിട്ട് സൂചി താഴ്ത്തി നിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് സെൻട്രൽ ലൈനിൽ നിന്ന് ഗ്യാപ്പൊന്നും വിടാതെ തൊട്ടടുത്തായിട്ട് സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ ചെയ്ത് പോവാം. അങ്ങനെ നമ്മുടെ ലീഫിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ മറ്റേ സൈഡും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് ഈ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് അപ്പുറത്തെ സൈഡിൽ ഗ്യാപ്പൊന്നും വിടാതെ സൂചി താഴ്ത്തുനിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. ഇനി വീണ്ടും നേരത്തെ ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് ഗ്യാപ്പൊന്നും വിടാതെ സൂചി താഴ്ത്തുനിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. കണ്ടിന്യൂ ചെയ്ത് പോവാം.
നമ്മുടെ ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓരോ സ്റ്റിച്ചും ചെരിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ സ്റ്റെം എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. സ്റ്റെം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുതായിട്ട് സ്ലാൻഡിങ് ടൈപ്പിലുള്ള സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ്. സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് തന്നെ അതൊന്ന് ചെരിച്ചെടുക്കുന്നു. ആദ്യം കുറച്ച് നീക്കിയിട്ട് ഈ ഭാഗത്തായിട്ട് മേളിലേക്ക് എടുത്തു. എന്നിട്ട് ഇവിടെയായിട്ട് താഴ്ത്തി കൊണ്ടുപോകാം. ഇതിൻ്റെ സൈഡിലുള്ളത് സ്റ്റിച്ച് ആദ്യം ചെയ്യാം, എന്നിട്ട് ഇപ്പുറത്തെ ഭാഗം ചെയ്യാം. ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇനി ഇപ്പുറത്തെ സൈഡിലുള്ളത് ചെയ്യാം. ഈ സ്റ്റിച്ചിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ചെയ്യാം. ഗ്യാപ്പില്ലാതെ തൊട്ടടുത്തടുത്തായിട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ സൂചി എവിടെയാണ് താഴ്ത്ത് കൊണ്ടുപോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അധികം ഗ്യാപ്പില്ലാതെ സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോകാം. ഔട്ട്ലൈനിന് വേണം കൊണ്ടുപോകാനായിട്ട്. ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇത് പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇതുപോലെ തന്നെ ഇവിടെയും ചെയ്തെടുക്കാം. ഇവിടെയും സ്ലാൻഡിങ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെരിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെയായിട്ട് നമുക്ക് സൂചി താഴ്ത്തുന്ന മേലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇങ്ങോട്ട് എടുക്കാം. പെറ്റലിൻ്റെ ബോർഡറിൻ്റെ അടുത്തായിട്ട് സൂചി താഴ്ത്തി കൊണ്ടുപോകാം. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തെ പോർഷൻ ആദ്യം ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് താഴ്ത്തേക്ക് പോകാം. അപ്പോൾ ആദ്യം ഈ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഔട്ട്ലൈനുമായിട്ട് ഗ്യാപ്പൊന്നും വിടാതെ തൊട്ടടുത്തായിട്ട് സൂചി താഴ്ത്തുന്ന മേളിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ അടുത്തടുത്തായിട്ട് ചെയ്തു പോയാൽ മതി. ഗ്യാപ്പൊന്നും ഇടാതെ ഔട്ട്ലൈൻ നോക്കി ചെയ്തു പോകാം. അങ്ങനെ ഈ ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് തിരിച്ച് ഇവിടെ നിന്ന് തുടങ്ങി ഇപ്പുറത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തായിട്ട് ഗ്യാപ്പൊന്നും വിടാതെ സൂചി താഴ്ത്തുന്ന മേളിലേക്ക് കൊണ്ടുവരാം. ഇത് ഈ ഔട്ട്ലൈനിൽ തന്നെ അടുപ്പിച്ചടുപ്പിച്ചായിട്ട് ഓരോ സ്റ്റിച്ചുകൾ ചെയ്തെടുക്കണം. ഔട്ട്ലൈനിൽ ഗ്യാപ്പൊന്നും വിടാതെ സൂചി താഴ്ത്തി കൊണ്ടുപോകാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം.
ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനി പുറകിൽ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് സാറ്റിൻ സ്റ്റിച്ച് കൊണ്ടുള്ള ഒരു ഡിസൈൻ. ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.